ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ആര് പറഞ്ഞത്? ഞങ്ങളെ കൂടെ ഈ മുന്നണിക്ക് സഹായിക്കാമെന്ന് പറഞ്ഞവരാർ, മുന്നണിയിലെ ഘടകകക്ഷികളേത് എന്നതൊക്കെ കൃത്യമായ സംഗതിയാണ്. ഒളിച്ചു വെക്കുന്ന കാര്യം UDFിനില്ല. വെറുതെ അദ്ദേഹം ഒരു വെട്ടിത്തം പറയാമെന്നല്ല എന്താ കാര്യം. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുമല്ല, അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള സംഗതികളുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ്. അതൊക്കെ ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ്. പാർട്ടി എന്നും വളരെ സ്നേഹിക്കുന്ന മുനീർ സാഹിബിനെ എല്ലാ ഉന്നത പദവിയിലേക്ക് കൊണ്ടത് വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയല്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുക വെൽഫെയർ പാർട്ടി വല്ല വേറെ സംഗതിയൊന്നുമില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പാണ്. അതിൻ്റെ സുചിന്തിതമായ കാഴ്ചപ്പാടോടുകൂടിയാണ് എല്ലാ കാൻഡിഡേറ്റിൻ്റെയും ലിസ്റ്റ്. ഇതുമാത്രമല്ല, എല്ലാ കാൻഡിഡേറ്റിനും ലിസ്റ്റ്. എന്നാലോ മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമ്പിറ്റൻ്റായ ആൾക്കാരുണ്ട് ഇത് സ്ഥാനാർത്ഥിയാവാൻ. എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. നല്ല അത് ഇതല്ല അവരെ സങ്കല്പത്തിന് ഞാനെന്താ വ്യാഖ്യാനം കൊടുക്കേണ്ടത്? ഓരോ നിങ്ങളിപ്പോൾ പറഞ്ഞ മതി, നിങ്ങൾ കേട്ട് പറയാനുള്ളൊരു സംഗതി അത് പറഞ്ഞ പോലെ പറയാന്നല്ലാതെ നമ്മൾ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് സുചിന്തിതമായ വിലയിരുത്തൽ നടത്തിയിട്ട് കാൻഡിഡേറ്റ്സിനെ വെച്ചു. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള പുറത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് അയോഗ്യരാണെന്നല്ല, അതായത് വസ്തുതയാണ്. പിന്നെ ഓരോരുത്തർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മളും കുഴപ്പത്തിലാവും. ആര് അത് സജീവല്ലേ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇവരായിട്ടുള്ള ഈ BJP ആയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ അലയൻസ്, ആ അലയൻസിൻ്റെ എല്ലാം മറിയും നീക്കി അത് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ആ ഒളിച്ചുകളെ പറ്റി കൃത്യമായിട്ട് അറിയാം. അതിന് അവർക്കറിയാം ആ സർക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ സ്റ്റോറീസ് ഉണ്ടാക്കുകയാണ്. സംസ്ഥാന നേതൃത്വം ഇന്നലെ തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞൊരു കാര്യം, ഒരു കയ്യിൽ SDPയും ഒരു കയ്യിൽ BJPയും ചേർത്ത് വെച്ചാണ് CPM മുന്നോട്ട് പോകുന്നത്. പല സ്ഥലത്തും 40 സ്ഥലത്ത് SDPക്കാർ സ്ഥാനാർത്ഥികൾക്ക് UDFിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു അലയൻസ് എങ്ങനെയാണ്? അത് SDPIൻ്റെ സ്ട്രാറ്റജിയെ പറ്റി നമ്മളെന്ത് പറയാൻ? ഞങ്ങൾ കൃത്യമായിട്ട് ആരെല്ലാമാണ് UDFിൻ്റെ സരണിയിലുള്ളത് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഒളിച്ചു കഴിയൊന്നുമില്ല. ആരെല്ലാമാണുള്ളതെന്ന് പറഞ്ഞതാണ്. ആ പറയാത്തവരാരും ഞങ്ങളുടെ മുന്നണിയിലില്ല. പിന്നെ മറ്റു കാര്യം അത് മറ്റുള്ളത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. UDF എന്താണ്, അതിലേതാ ഘടകകക്ഷികൾ എങ്ങനെയാണെന്നുള്ളത് രഹസ്യമല്ല, അത് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒളിച്ചു കളിയും ഞങ്ങൾക്കില്ല. മറ്റൊരു ആരോപണമുള്ളത് ഇപ്പോൾ ലീഗിൻ്റെ പല സ്ഥാനാർത്ഥികളും ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനികളാണ് എന്നൊരു ആരോപണം കൂടി CPM സ്ഥാനാർത്ഥികൾ നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ചാബല്യം എന്നല്ലാതെ ഈ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം എടുക്കാനും അത് പ്രകാരം മുന്നോട്ട് പോകാനും രാഷ്ട്രീയത്തെ വിലയിരുത്താനും മുസ്ലിം ലീഗിന് നല്ല കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി വെച്ചിട്ട് തന്നെ അത് ഇന്ന ആൾ പറഞ്ഞിട്ടാണോ ആരെങ്കിലും ഉപദേശിച്ചിട്ടാണോ എന്ന വ്യാഖ്യാനത്തിനൊന്നും ഒരു സ്ഥാനമില്ല. അവരവൻ്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി CPM ഈ പ്രചരണങ്ങളൊക്കെ കൂടിയത് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് പറയുന്നതെന്നല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഒരു അങ്ങനത്തെ സാഹചര്യത്തിൽ അവരുണ്ടാക്കിയ വലയിൽ തന്നെ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ആര് പറഞ്ഞത്? ക്ലിയറായിട്ട് ഞങ്ങൾ പറയണ്ട. അവർ പറഞ്ഞ് ഞങ്ങൾ ഓപ്പണായിട്ട് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ എന്താ അവരെ മതി, ഒളിച്ചു കളിയില്ല. ഞങ്ങളെ കൂടെ ഈ മുന്നണിക്ക് സഹായിക്കാമെന്ന് പറഞ്ഞവരാർ, മുന്നണിയിലെ ഘടകകക്ഷികളേത് എന്നതൊക്കെ കൃത്യമായ സംഗതിയാണ്. ഒളിച്ചു വെക്കുന്ന കാര്യം UDFിനില്ല. ആര് ലീഗിനെ സഹായിക്കുന്നുണ്ടല്ലോ. ലീഗിനെന്ന് മാത്രമല്ല UDFിനെ അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതല്ല. എന്താ പുതിയ കാര്യം എന്താണ്? കറക്റ്റായിട്ട്. ഓക്കെ, താങ്ക് യു.